പൊളിറ്റിക്കൽ മാസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ടയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്ന് പൊളിറ്റിക്കൽ മാസ് തൊടുപുഴയിൽ. നമുക്കറിയാം, ഡീൽ വിവാദവും അതേ തുടർന്നുള്ള മറുപടികളും ഒക്കെ ആയിട്ട് അങ്ങേയറ്റം ചൂടായി നിൽക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയമെമ്പാടും. അതേ ചൂട് തൊടുപുഴയിലും ഇടുക്കി ജില്ലയിലാകെ തന്നെയും നമുക്ക് ദൃശ്യമാണ്. 5 നിയമസഭാ മണ്ഡലങ്ങളാകെയുള്ള ഇടുക്കി ജില്ലയിൽ 4ഇടവും കഴിഞ്ഞ തവണ LDFിനൊപ്പമായിരുന്നു. ഒരൊറ്റ സീറ്റ് മാത്രമാണ്, ഈ നിൽക്കുന്ന തൊടുപുഴ മാത്രമായിരുന്നു UDFിന് ഒപ്പമുണ്ടായിരുന്നത്. ഇത്തവണ നല്ല ശക്തിയിൽ പരസ്പരം പോരടിക്കുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും. LDFും UDFും നല്ല മുന്നേറ്റമുണ്ടാക്കാൻ NDAയും BJPയും അവർക്കൊപ്പം തന്നെയുണ്ട്. എല്ലായിടത്തും എന്നതുപോലെ വലിയ രാഷ്ട്രീയ ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജാഫർ ഖാൻ, അദ്ദേഹം കോൺഗ്രസ് നേതാവും UDFിൻ്റെ പ്രതിനിധിയുമാണ്. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അദ്ദേഹം BJP നേതാവും NDAയുടെ പ്രതിനിധിയുമാണ്. ശ്രീ MS ശരത്ത്, CPM നേതാവ്, LDFിൻ്റെ പ്രതിനിധി നമ്മോടൊപ്പം അല്പസമയത്തിനകം ചേരും. നമുക്കൊപ്പം ആളുകൾ, ചർച്ചയിൽ പങ്കെടുക്കാനായിട്ടുള്ള ആളുകൾ കൂടെ വന്നിട്ടുണ്ട്. ശ്രീ ജാഫർ ഖാൻ, നമുക്ക് ഈ ചർച്ചയുടെ പതിവ് ഫോർമാറ്റ് നമ്മൾ തുടങ്ങാം. എന്തുകൊണ്ട് 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന, നല്ല വികസന നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാരിനെ മാറ്റിയിട്ട് UDFിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരണം? 10 വർഷക്കാലം ഇവിടെ വികസനമുണ്ടായി എന്ന് ഈ നാട്ടിലെ ജനങ്ങളാരും പറയുന്നില്ല. അത് അവർ നടത്തുന്ന ഒരു പ്രചരണ മാധ്യമം എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ, ഇവിടെ പ്രളയമുണ്ടായപ്പോൾ വന്ന് പറഞ്ഞിട്ട് പോയത് ഉൾപ്പെടെ ഏതാണ്ട് 18,000 കോടി രൂപയുടെ പാക്കേജായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ്, അതിൻ്റെ നായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഇവിടെ പ്രഖ്യാപിച്ചിട്ട് പോയത്. 18,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് ഈ മലയോര ജില്ലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. എണ്ണിപ്പറയാൻ ഈ ജില്ലയിൽ ഇടതുപക്ഷ മുന്നണിയുടെ കടന്നുപോയ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ എന്തെങ്കിലും ഒരെണ്ണമുണ്ട് എങ്കിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും കാര്യമുണ്ട് എങ്കിൽ അതൊന്ന് സ്പെസിഫിക് ആയിട്ടൊന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് മറുപടി ഉണ്ടാവും. ഞങ്ങൾ നാട് മുഴുവൻ വികസിപ്പിച്ചു എന്ന് പറയുന്നതല്ലാതെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ ഈ ജില്ല മുഴുവൻ, ഈ പാർലമെൻറ്റ് മണ്ഡലം മുഴുവൻ ശബരി റെയിലിൻ്റെ ഫ്ലക്സ് ബോർഡുകളും വെച്ചുകൊണ്ടാണ് ട്രെയിൻ യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ നടന്നിരുന്നത്. ആ കള്ളത്തരവും പൊള്ളത്തരവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ആ 2019-ലും 24-ലും ഈ ജില്ലയും ഈ പാർലമെൻറ്റ് മണ്ഡലവും ഈ ഇടതുപക്ഷ മുന്നണിയുടെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ വിധി എഴുതിയവരാണ്. സ്വാഭാവികമായും ഈ കടന്നുപോയ 2 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ ഇവർക്ക് നിലം തൊടാൻ പറ്റിയിട്ടില്ല. ഈ ജില്ലയിൽ ഇവർക്ക് നിലം തൊടാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ജില്ലയിലെ ഏതാണ്ട് 38ഓളം വരുന്ന പഞ്ചായത്തുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിലേക്ക് വന്നിരിക്കുക. ത്രിതല പഞ്ചായത്തിനകത്ത് അവർക്ക് നാമമാത്രമായ പങ്കാളിത്തം മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. 2 മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒക്കെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഇവിടെ പിടിച്ചടക്കിയിരിക്കുകയാണ്. ഞങ്ങൾ പിടിച്ചടക്കി എന്ന് പറയുമ്പോൾ ഞങ്ങളിലേക്ക് ജനം ഒഴുകി വരികയാണ് ഉണ്ടായത്. ഈ നാട്ടിലെ ജനങ്ങൾ 10 വർഷക്കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭരണകൂട ഭീകരത, നാടിനൊരു ഗുണവുമില്ലാത്ത രീതിയിലുള്ള ഈ ഭരണം എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ അവരിവിടെ വികസനമുണ്ടായി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല നേട്ടം ഉണ്ടാക്കിയോ നിങ്ങൾ? തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തൂത്തുവാരി, നല്ല നേട്ടമല്ല, തൂത്തുവാരിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന എല്ലാ കാപട്യങ്ങളും കപട വാഗ്ദാനങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. ഏത് തരത്തിലുള്ള വികസനമായിരിക്കും? അതായത് ഈ വികസനങ്ങൾ ചുമ്മാ പറയുകയാണെന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ഈ റോഡൊക്കെ കാണുന്നില്ലേ? അവരുടെ മുന്നിൽ ഈ റോഡുകളൊക്കെ ഇല്ലേ? ഏത് റോഡാണ്? നമുക്ക് തൊടുപുഴയിൽ ഉദാഹരണത്തിന് തൊടുപുഴ തന്നെ എടുക്കാം. 2015 മാസം നടന്ന 2015-ലെ ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ചിരുന്നതും 2016-ൽ വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നതായിട്ടുള്ള ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരുന്നതാണ് തൊടുപുഴയിൽ മാരിയിൽ കടവിൽ ഉണ്ടായിരിക്കുന്ന പാലത്തിന് അപ്രോച്ച് റോഡ് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. PJ ജോസഫ് എന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് MLA ആയിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ആ പദ്ധതി ഇന്നും
മനുഷ്യന് നടന്ന് അപ്പുറത്തേക്ക് പോകാൻ മേലാത്ത രീതിയിൽ തടസ്സപ്പെട്ട് നിൽക്കുക. തൊടുപുഴയുടേതാണ് പറഞ്ഞത്. തൊടുപുഴ KSRTC സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡ് പണിയെല്ലാം പൂർത്തിയായി കിടന്നിരുന്നതാണ്. ഒന്നാം പിണറായി ഗവൺമെൻറ് വന്നപ്പോഴും രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നപ്പോഴും ആ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അവസാനം അത് കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പ്രഖ്യാപിച്ചിരുന്നു കുറേ വണ്ടികളൊക്കെ അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങളൊന്ന് പോയി നോക്കുക, അവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ ചോർന്നൊലിക്കുക. അപ്പം നാട്ടുകാർ വിചാരിക്കും ഇവിടെ എങ്ങനെയായത് പ്രതിപക്ഷ MLA ആയതുകൊണ്ടാണ്, ഭരണപക്ഷ MLA-മാരുടെ സ്ഥലത്ത് നല്ല വികസനം ഉണ്ടാകുന്നതാണ്. അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞത് തൊടുപുഴ നിയോജക മണ്ഡലത്തിന്റെ കാര്യത്തിനാണ് പറഞ്ഞത്. ഇവിടെ ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ PJ ജോസഫ് MLA ആയി ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അതായത് ഇവിടെ എനിക്ക് മനസ്സിലായി മറ്റു മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താ, അവരുടെ MLA-മാരാണല്ലോ അവിടെ വികസനം വന്നോ? മറ്റു മണ്ഡലങ്ങളിൽ എവിടെ ഉണ്ടായിരിക്കുന്നത്? MM മണി ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത്. അവിടെ അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറയുന്ന കോളേജുകളുടെ കാര്യമെടുത്താലും അതുപോലെ തന്നെ മെഡിക്കൽ ആശുപത്രിയുടെ കാര്യങ്ങൾ എടുത്താലും അവിടെയൊക്കെ പരാജയമായി കിടക്കുകയാണ്. ഇവിടെ എല്ലാം വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്, ഒന്നും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇടുക്കി ജില്ലയിലെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, 18,000 കോടിയുടെ പാക്കേജ് കൊണ്ടുവന്നു. ആ 18,000 കോടിയുടെ പാക്കേജിനകത്ത് ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ജില്ലാ ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേവലം 27 കോടി രൂപയുടെ ഭരണാനുമതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പൂർത്തീകരിച്ചിട്ടില്ല 27 കോടിയുടെ. 18,000 കോടിയാണ് വന്നത്. ഈ ജില്ലയിൽ ആകമാനം ആ രീതിയിലുള്ള വികസന മുരടിപ്പ് വാഗ്ദാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കിടക്കുമ്പോൾ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് അടിയന്തിരമായി അവർക്ക് പട്ടയം കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇന്നലെ രാത്രി 12 മണി വരെ ഇരുന്ന് ഈ ഗവൺമെൻറ് അവസാനം കൂടിയ ക്യാബിനറ്റ് മീറ്റിങ്ങിനകത്ത് എടുത്തു വന്നിരിക്കുക. വല്ലതും നടപ്പിലാക്കാൻ പറ്റുമോ? ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റത്തില്ല. അപ്പം ജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അവരുടെ ആലോചന മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഇവിടെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരമാണ് കേരളത്തിലാകെ തന്നെ. അതുകൊണ്ട് ഇടുക്കി മാത്രമായിട്ട് നിൽക്കണ്ട, തൊടുപുഴ മാത്രമായിട്ട് നിൽക്കണ്ട. പക്ഷേ ഇത്തവണ ഈ കേരളത്തിലാകെ വലിയ മുന്നേറ്റം NDA BJP ഉണ്ടാക്കുന്ന നിങ്ങൾ പറയാണ്. പക്ഷേ അതിനൊരു അടിസ്ഥാനമുണ്ടോ? കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള വലിയ പോരാട്ടത്തിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ആകെ മാറിയില്ലേ? എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിത് പറയുമ്പോൾ ഓർക്കേണ്ടത് കേരളത്തിൽ NDAക്ക് ഭരണം പിടിക്കാൻ കഴിയുമോ? 2 സീറ്റിൽ നിന്നാണ് നരേന്ദ്രമോദി 3-ാം ടേം ഭരിക്കുന്നത്. BJPക്ക് ഇന്ത്യ രാജ്യത്ത് 2 സീറ്റാണ് ഉണ്ടായിരുന്നത്. ആ 2 സീറ്റിൽ നിന്ന് 3-ാം ടേം നരേന്ദ്രമോദി ഭരിക്കുക. ആ 2 സീറ്റിൽ നിന്ന് ഭരണസിരാ കേന്ദ്രത്തിലേക്ക് നടന്നു കയറിയതുപോലെ കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് NDA മുന്നണി നടന്നു കയറുന്ന കാലം വിദൂരമല്ല. ഒരു സംശയവും വേണ്ട. വലിയ മുന്നേറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി ഉണ്ടാക്കും. ഇവർ തനിച്ചെന്തിനാ മത്സരിക്കുന്നേ? ഇവർ കേരളം വിട്ടാൽ ഒന്നല്ലേ, ഇന്ത്യ സഖ്യമല്ലേ. കേരളം വിട്ടാൽ കോൺഗ്രസും CPM എല്ലാം കൈകോർത്ത് പിടിച്ച് നിൽക്കുകയല്ലേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ലേ ഈ മുന്നണി നേരിട്ടത്? 543 അംഗ ഇന്ത്യൻ പാർലമെന്റിൽ CPM-ന് കിട്ടിയ സീറ്റ് എത്രയാ? ഒരു 4 സീറ്റ് മാത്രമാണ്. 1% പോലും കിട്ടിയില്ല. കോൺഗ്രസിന് കിട്ടിയ സീറ്റ് എത്രയാ? 99 സീറ്റ് മാത്രമാണ്. അപ്പോൾ കേരളവും മാറാത്തത് മാറും എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഈ തെരഞ്ഞെടുപ്പിൽ വികസനം മാത്രമല്ല, നമുക്കറിയാം പിണറായി വിജയൻ ഗവൺമെന്റ് മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ കടം 1.5 ലക്ഷം കോടി രൂപ മാത്രമാണ്. ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ 6.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ കടം. കടക്കെണിയിലായി കേരളത്തിലെ 27% ചെറുപ്പക്കാർ, ആകെ ജനസംഖ്യയുടെ 27% ആളുകൾക്ക് തൊഴിലില്ല. ചെറുപ്പക്കാർ വിദ്യാഭ്യാസം തേടി, തൊഴിൽ തേടി പുറത്തു പോകുന്നു. മുഖ്യമന്ത്രി അടക്കം അമേരിക്കയിലേക്ക് ചികിത്സയിലേക്ക് പോവുകയാണ്. മാതൃകാപരമായ ആരോഗ്യ മേഖലയുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ സുരേഷ്, നിങ്ങളുടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ എത്രയോ മെച്ചപ്പെട്ട നാടല്ലേ നിങ്ങളുടെ നുണപ്രചരണമെല്ലാം പൊളിച്ചെടുക്കും. ഗുജറാത്ത് അടക്കം ഈ ഇന്ത്യ രാജ്യം വലിയ മുന്നേറ്റം ഉണ്ടാവുകയാണ്. ലോകത്തിന് മുമ്പിൽ 6-ാം സ്ഥാനത്തേക്ക് ഇന്ത്യയിലെത്തി. ഇന്നലെ അമേരിക്കൻ ഇന്റലിജൻസ് നടത്തിയ സർവേയിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള നേതാവ് നരേന്ദ്രമോദിയാണെന്ന് കാണാൻ കഴിയും. കേരളത്തിൽ സീറ്റിന്റെ എണ്ണം ഞങ്ങൾ പ്രവചിക്കുന്നില്ല. പക്ഷേ 140 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. പടിപടിയായി വളരും, ക്രമാനുഗതമായി വളരും, ഒരു തർക്കവും ഇല്ല. ശരി, ശ്രീ ശരത്ത്, താങ്കൾ 10 മിനിറ്റ് വൈകി. ഇതുപോലെയായിരിക്കും റിസൾട്ട് വന്നാലെന്നാണ് അവർ പറഞ്ഞത്. അതായത് നിങ്ങൾ ഏറ്റവും പിന്നിലായിരിക്കും അവർ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടി 10 കൊല്ലത്തിന് ശേഷം നിങ്ങളുടെ സർക്കാരിനെ വീണ്ടും കൊണ്ടുവരണം? മുമ്പ് പറഞ്ഞ ആളുകളുടെ പൂർണ്ണമായി സംസാരം കേട്ടില്ല. നിങ്ങൾ വന്നില്ല, താമസിച്ചതാണ്. സ്വാഭാവികമായി UDF-ഉം BJP-യൊക്കെ പോലെ
ഓടി വരാൻ കഴിയുന്നൊരു സ്ഥിതിയില്ല. കാരണം ജനങ്ങളോട് കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഞങ്ങൾ സ്കാഡ് അങ്ങനെ ഉൾപ്പെടെയുള്ള പറയുന്നത് പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ കൃത്യസമയത്ത് വരുന്ന ആളാണ്. അതേക്കാൾ കൂടുതൽ തിരക്കില്ലല്ലോ. പറഞ്ഞോ. ഈ 10 വർഷം ഈ കേരളത്തിൻ്റെ ജനങ്ങളുടെ കൺമുന്നിൽ കണ്ട വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടും അതേ അർത്ഥത്തിൽ തന്നെ വികസനത്തിലൂന്നി വോട്ട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നതും. വലിയ നിലയ്ക്കിപ്പോൾ വലിയ നുണപ്രചരണങ്ങളും മറ്റുമെല്ലാം UDFൻ്റെ ഭാഗത്ത് ഇപ്പോൾ നുണയാണ് UDFൻ്റെ ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധം. അതിന് നേതൃത്വം അവരുടെ ക്യാമ്പയിൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ VD സതീശനാണ്. രാവിലെ എണീറ്റാൽ അന്നത്തെ ദിവസം ഏത് നുണയിലാണ് തുടങ്ങേണ്ടത് എന്ന കൺഫ്യൂഷനിൽ അദ്ദേഹം എണീറ്റ് വരുന്നത് തന്നെ. ഇപ്പോൾ പുതിയ നുണകൾ പറഞ്ഞ് ആ നുണയ്ക്ക് മേലെ നുണകൾ പറഞ്ഞത് വീണ്ടും രാവിലെ വീണ്ടും മറന്നു ഇത് മാറ്റി പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ചൊരു വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ UDF നേതൃത്വം കൊടുക്കുകയാണ്. എന്നാൽ LDF ഈ നാട്ടിലെ ജനങ്ങൾക്ക് കണ്ണു തുറന്നു നോക്കിയാൽ കാണാൻ കഴിയുന്ന വികസന പ്രവർത്തനം ഊന്നി ഒന്നുകൊണ്ടാണ് ഞങ്ങളുടെ പ്രചരണം. മറ്റൊരു പ്രചരണത്തിൽ ഞങ്ങൾ പോകുന്നില്ല. ഈ കേരളത്തിൽ എന്തു നടന്നു? കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ കൺമുന്നിൽ നടന്ന വികസന യാഥാർത്ഥ്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ റോഡുകളിലേക്ക് നോക്കൂ. നിങ്ങൾ യാത്ര ചെയ്യുന്ന എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ കേരളത്തിൻ്റെ റോഡുകളിലേക്ക് നിങ്ങൾ നോക്കൂ. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഈ കേരളത്തിലെ റോഡുകൾ ഏറ്റവും നല്ല നിലയിലേക്ക് മാറിയില്ലേ? അത് കണ്ടില്ലേ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ നാട്ടിലെ പൊതു സ്കൂളുകളിലേക്ക് നോക്കൂ, വിദ്യാലയങ്ങളിലേക്ക് നോക്കൂ. കഴിഞ്ഞ 10 വർഷം മുമ്പ് അടച്ചുപൂട്ടാൻ നിന്നിരുന്ന വിദ്യാലയങ്ങൾ ഉൾപ്പെടെ ലോകോത്തര നിലവാരത്തിലേക്ക് മുന്നേറിയില്ലേ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സ്കൂൾ അടച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടിയുടെ കയ്യിലേക്ക് അടുത്ത വർഷം ജൂണിൽ നീ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട പാഠപുസ്തകം നിന്റെ കയ്യിൽ തരുന്നു. ഇതല്ലേ മാറ്റം എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓണം നേരത്തെ വന്നതുകൊണ്ട് പുസ്തകം അടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ന്യായം ഞങ്ങളിവിടെ പറയുന്നേ ഇല്ല. അതായിരുന്നു UDFൻ്റെ കാലത്തെ ന്യായം. ഞങ്ങൾ പറയുന്ന ഈ ആശുപത്രികളിലേക്ക് നോക്കൂ. ഇത്ര മികച്ച ബഹുനില കെട്ടിടങ്ങൾ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നമ്മുടെ അടിമാലിയിലെ താലൂക്ക് ആശുപത്രി, മെഡിക്കൽ കോളേജ്, പീരുമേട് താലൂക്ക് ആശുപത്രി, നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രി, 4 ആശുപത്രികൾ UDFൻ്റെ കാലത്ത് എങ്ങനെ ഇരുന്നു, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? തൊടുപുഴയിൽ വികസനം ഉണ്ടായില്ലെങ്കിൽ UDFൻ്റെ പ്രതിനിധി മറുപടി പറയണം. കഴിഞ്ഞ 10 വർഷം UDFൻ്റെ MLA ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് അദ്ദേഹം പറയട്ടെ. എന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു, ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, മണ്ഡലത്തിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ വ്യക്തമാക്കട്ടെ. എന്തുകൊണ്ടാണ് തൊടുപുഴയിൽ വികസനം ഇല്ലാത്തത് എന്ന് മറുപടി പറയേണ്ടത് UDF ആണ്. ഇപ്പോൾ വോട്ട് ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വോട്ട് ചോദിക്കുന്നത്? ഞങ്ങൾക്കും പറയാനുള്ള കഴിഞ്ഞ 10 വർഷം കേരളം പൊതുവിൽ മുന്നേറിയപ്പോൾ ഏറ്റവും പിന്നിലേക്ക് പോയൊരു മണ്ഡലമായി തൊടുപുഴ മാറി. തൊടുപുഴയുടെ വികസന സാധ്യതകളൊന്നും പരിഗണിക്കാതെ അത് മാത്രമല്ല, താങ്കൾ നേരത്തെ വരാത്തതുകൊണ്ടാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് തൊടുപുഴയിലും ഇല്ല, മറ്റ് നിങ്ങൾ സ്ഥലത്തും ഈ 4-5 മണ്ഡലം, മറ്റ് 4 മണ്ഡലങ്ങളിലും വികസനം ഉണ്ടായിട്ടില്ല എന്നാണ്. മന്ത്രിയായിരുന്ന മണിയാസാന്റെ മണ്ഡലത്തിൽ പോലും വികസനമില്ല. മന്ത്രിയായിരുന്ന മണിയാസാന്റെ മണ്ഡലത്തിൽ വികസനം ഉണ്ടായില്ല എന്ന് പറയണമെങ്കിൽ ഒരു വാദത്തിന് പറയാനേ ഉള്ളൂ. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ ഏറ്റവും നീളത്തിൽ BMBC റോഡുകളുള്ള മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഉടുമ്പൻചോല എന്നാണ് ഉത്തരം. അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോണം. ഈ ഉടുമ്പൻചോലയിലെ പ്രവർത്തകർ കൂടി പറഞ്ഞു കൊടുത്തേക്കണം. അതാണ് മറുപടി. ഏറ്റവും നല്ല നിലവാരത്തിലൊരു സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള സ്റ്റേഡിയം വന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഉടുമ്പൻചോല എന്നാണ് മറുപടി. ആയുർവേദ മെഡിക്കൽ കോളേജ് വന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഉടുമ്പൻചോല എന്നാണ് മറുപടി. ഏറ്റവും മികച്ച ബഹുനില കെട്ടിടത്തോടു കൂടി താലൂക്ക് ആശുപത്രി ഉണ്ടായ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഉടുമ്പൻചോല എന്നാണ് മറുപടി. ഇതൊക്കെ ഓർത്ത് വെച്ച് പറഞ്ഞു കൊടുത്തോണം. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പറഞ്ഞു കൊടുത്തോളാം. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജാഫർ ഖാൻ എന്തായാലും മറുപടി. 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഇവരുടെ വലിയ വികസന മുന്നേറ്റം താങ്കൾ പറഞ്ഞതുപോലെയല്ല, ഈ ജില്ലയിലെ മണ്ഡലങ്ങളിൽ അടക്കം. തൊടുപുഴയില്ല, അത് നിങ്ങളുടെ MLA ആയതുകൊണ്ടാണ്. മറ്റുള്ളിടങ്ങളിൽ നല്ല വികസനമുണ്ട്. രണ്ടാമത്തേത് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യമാണ് നുണ. അത് ഇന്നത്തെ എല്ലാ ദിവസവും വാർത്തയിലുണ്ട്. ഇന്ന് CPMൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ അണിതൊട്ട് സംസ്ഥാന സെക്രട്ടറി വരെ, മുഖ്യമന്ത്രി വരെ പറയുന്നത് VD സതീശൻ നുണ പറയുകയാണെന്നാണ്. ഞാൻ എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ VD സതീശൻ ഒരു ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തപ്പോൾ ആ അഭിമുഖം കണ്ടിട്ട് ഭയപ്പെട്ട് കേരള പോലീസിനെ ഉപയോഗിച്ച് അത് സംപ്രേഷണം ചെയ്യാൻ പാടില്ല എന്ന് ഉത്തരവ് വാങ്ങിച്ച കേരളത്തിൻ്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത്രയും ഭീരുവാണോ VD സതീശൻ്റെ മുമ്പിൽ? നിങ്ങളത് ആലോചിച്ച് നോക്കിക്കേ. ഈ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുനഃസംപ്രേഷണം ചെയ്യുവാൻ ഉത്തരവിട്ടിരിക്കുക. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ചാനൽ ഇവിടെ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി മോഹൻലാലിൻ്റെ കൂടെ പോയി ചാനൽ വലിയ ഒരു ഡിബേറ്റ് നടത്തിയല്ലോ. അതിനാരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞോ? പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഓരോ വാക്കുകൾക്ക് മുമ്പിലും വിറയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാനതിലേക്ക് കൂടുതൽ ഒന്നും പറയേണ്ട കാര്യം, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അഭിമുഖം നീക്കിയത്. ആ അഭിമുഖം നീക്കാൻ കേരള പോലീസിനെ ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷനിൽ ഇടപെടൽ നടത്തി. പക്ഷേ ഞാനത് പറഞ്ഞു തീർത്തോട്ടെ, ചോദിച്ചതിനോട് മറുപടി പറയണമല്ലോ. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്ത് അത് പുനഃസംപ്രേഷണം ചെയ്യിപ്പിക്കുവാൻ
ഇന്നിപ്പോ ഈ 6 അത് മണിക്ക് വസ്തുതയല്ലേ ശേഷം സ്ഥലത്തെ? ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ കിട്ടാൻ പറ്റും. പിന്നെ ഒരു നിമിഷം, അല്ല, അതിലേക്ക് വരാം. ചോദിച്ചു ഇവിടെ മറിഞ്ഞു സ്കൂളുകളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞു. മിനിഞ്ഞാന്നല്ലേ സ്കൂൾ പരീക്ഷ, 8ാം ക്ലാസ്സിലെ പരീക്ഷ കോഴിക്കോട്. ചോദ്യപേപ്പറില്ല. അവസാനം ആ സ്കൂളിനകത്ത് കുട്ടികളെ എല്ലാം ഇരുത്തിയിട്ട് ഒരു അധ്യാപകൻ ചോദ്യം വായിച്ചു കൊടുക്കുന്നു, കുട്ടികൾ ഉത്തരം എഴുതണം. ആ ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ എന്ത് നേട്ടമുണ്ടാക്കിയതാ പറയുന്നത്? ഒരു നിമിഷം, അല്ല, ഒരു നിമിഷം ജാഫർ ഖാൻ വരാം. നമുക്ക് 1 മണിക്കൂറുണ്ട്. ഒരു മണിക്കൂർ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. ചോദിക്കാൻ പറഞ്ഞ കാര്യം അല്ല, ഞാൻ എനിക്ക് ഓരോ വിഷയങ്ങൾ മറന്നു. അതായത് ഈ പറയുന്ന കാര്യം മനോരമ അഭിമുഖത്തില് ഈ അത് പിൻവലിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പോലീസല്ലേ? അതുകൊണ്ടല്ല അങ്ങനെ ഒരു വലിയ കുഴപ്പമുണ്ടായത്. അത് പറഞ്ഞിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോവാം. സതീശൻ ഇപ്പോൾ സതീശൻ ഏതൊക്കെ ചാനൽ അഭിമുഖം കൊടുത്താൽ ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. അല്ല, പിന്നെ എന്തിനാ അത് പിൻവലിക്കുന്നത്? പറഞ്ഞോട്ടെ. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അത് വിശദീകരണം പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തിരക്കായി. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും മറ്റു സംവിധാനം എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് സംപ്രേഷണം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ല. അതിനിപ്പോൾ നാട്ടിൽ മുഴുവൻ നിങ്ങൾ വീടാന്തരം കൊണ്ട് കാണിച്ചാൽ ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞാൻ പറഞ്ഞു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ യാഥാർത്ഥ്യമായ ഈ 10 വർഷം നുണ പറയുന്നു ആവർത്തിക്കുകയും ഞങ്ങളുടെ ആരോപണമല്ല. ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലുള്ള സത്യമാണ്, വസ്തുതയാണ്. എത്രയോ തവണ ഒരേ അഭിപ്രായത്തിൽ തന്നെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഒരു തവണ ശ്രീ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവൻ എന്നെല്ലാം വിളിച്ചു അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. പിറ്റോസ് അയാൾ പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ നിഷേധിക്കുന്നു എന്ന് പറയാത്ത രീതിയിലുള്ള വ്യക്തതയുള്ള അഭിപ്രായങ്ങളെ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഒരു ഉദാഹരണമായി പറഞ്ഞത് ശ്രീ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയെ സംബന്ധിച്ച് ഒരു പരാമർശം നടത്തുന്നു. പിറ്റേ ദിവസം അതേ വായിൽ തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. വികസനത്തിലേക്ക് വന്നു ഒന്നുകൂടെ. ഞാൻ ആ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയത് പറഞ്ഞോ. അല്ല, നിങ്ങൾ ഇങ്ങനെ ഓരോ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇടപെട്ട് ചോദിച്ചോണ്ടിരിക്കും. നിങ്ങൾ അതിന് തയ്യാറായിരിക്കണം. അതിന് ഞാൻ അവസരം വേണമെന്ന് പറഞ്ഞപ്പോൾ അവസരമാണ്. ഇഷ്ടംപോലെ സമയം കിടക്കുക. അതിനുള്ള അവസരമാണ്. അല്ല, സമയം ചോദിച്ച ചോദ്യത്തിന് എന്നോട് മറുപടി പറയാൻ പറയുമ്പോൾ എനിക്ക് അതിന് അവസരം തരണം. അതിന് ചോദ്യം ഇങ്ങോട്ട് കൊടുത്തു. ഇനി പറഞ്ഞോ വികസനം. അതല്ലാതെ ഇവിടെ ഇപ്പൊ ആരോഗ്യ മേഖലയെ കുറിച്ചൊക്കെ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ ഈ ജില്ലയിൽ 4 താലൂക്ക് ആശുപത്രികൾ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വേറെ ആശുപത്രിയിലേക്ക് ഒന്നും പോകണ്ട. തൊടുപുഴയിലെ ജില്ലാ ആശുപത്രി നമ്മളെല്ലാവരും എന്നും കാണുന്ന ആശുപത്രിയല്ലേ, എന്നിട്ട് മതിയല്ലോ നമുക്ക് ഹൈറേഞ്ചിലേക്ക് കയറാൻ. ആ തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ PJ ജോസഫ് MLA ആയി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അതായത് അവിടുത്തെ ഡയാലിസിസ് യൂണിറ്റ് ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ വഴിയും MLAയുടെ ഫണ്ട് ഉപയോഗിച്ചും അവിടെ അധികമായി കൊടുത്തു. പക്ഷേ ടെക്നീഷ്യൻസ് ഇല്ല, ഡോക്ടർമാരില്ല, അവരനുവദിക്കുന്നില്ല. അവരനുവദിക്കാത്തതിൻ്റെ പേരിൽ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ആ ആശുപത്രിയുടെ ആ സൗകര്യം യഥാവിധി വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുക. അവിടെ അത് നിൽക്കട്ടെ. ഈ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ച് ഇവിടെ പറയുമ്പോൾ ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ. സാധാരണ തൊടുപുഴയിലെ ഏതെങ്കിലും ആശുപത്രിയിൽ നിന്നും രോഗികളെ അങ്ങോട്ട് റെഫർ ചെയ്യേണ്ടത് സീരിയസ് കേസായിട്ടുള്ളത് മെഡിക്കൽ കോളേജിലേക്കല്ലേ? ഇത് മെഡിക്കൽ കോളേജിൽ നിന്നും തൊടുപുഴയിലെ സഹകരണ ആശുപത്രിയിലേക്കും തൊടുപുഴയിലെ പ്രൈവറ്റ് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും റെഫർ ചെയ്യേണ്ട സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. എന്താ കാര്യം? നാളുകളായി ആ ജില്ലാ ആശുപത്രിയുടെ ഭരണം നിയന്ത്രിക്കുന്നത് CPMന്റെ നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. അവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒക്കെ സമരം ചെയ്തു. പെരുമഴയത്താ സമരരംഗത്ത് നിന്നത്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും ചെയ്തില്ല. അവിടെ ഇവിടെ വലിയ കൊട്ടിഘോഷിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ആരോഗ്യമന്ത്രി കേരളത്തിലാകമാനം വലിയ വികസനം സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ അടുത്ത നാളിലുണ്ടായ വാർത്തകൾ മാത്രം പോരെ. ഒരു പാവപ്പെട്ട കുട്ടി, ആ കുട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പാലക്കാട് ജില്ലയിലാ അതിൻ്റെ കൈ വീണ് ഒടിഞ്ഞു. എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കേരളം മുഴുവൻ കണ്ടതല്ലേ. ആ കൈ മുറിച്ചു കളയേണ്ടി വന്നു. സിസ്റ്റത്തിന്റെ തകരാറല്ലേ? അവസാനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ആ കുട്ടിക്ക് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആ കുട്ടിക്ക് കൃത്രിമ കൈവയ്ക്കുവാനും ആ കുട്ടിക്ക് വീടില്ല എന്ന് പറഞ്ഞപ്പോൾ സ്ഥലം കണ്ടെത്തി വീട് വെക്കുവാനും സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്. ഒരു നിമിഷം ആ കുട്ടിക്ക് ആ വീടുണ്ടാക്കി കൊടുത്തതും VD സതീശനാണ്. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി മോഹൻലാലുമായി അഭിമുഖം നടത്തിയല്ലോ. എത്ര രൂപ ചെലവായെന്ന പത്രത്തിൽ വിവരാവകാശ നിയമപ്രകാരം വന്നിരിക്കുന്നത് 11,20,000 രൂപ. ഈ കുട്ടിയുടെ കൈവെക്കുന്നതിന് എത്ര ലക്ഷം രൂപ ആകുമായിരുന്നു? അത്രയും കാശാകുമായിരുന്നു. ഈ നാട്ടിലെ ഒരു എന്നാൽ അദ്ദേഹം തുടങ്ങിയത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നാണ്. വളരെ നന്നായി. ഇടുക്കി മെഡിക്കൽ കോളേജ് ഇവർ പറയുന്നത് പ്രകാരം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ആരംഭിച്ചതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്.
ആ കാലത്ത് ആ മെഡിക്കൽ കോളേജ് അല്ല അവകാശപ്പെട്ടു എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് വരണം. ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ആ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം നടന്നത് ചെറുതോണി ടൗണിലാണ്. ചെറുതോണി ടൗണിൽ ശിലാഫലകം സ്ഥാപിച്ച് മെഡിക്കൽ കോളേജ് വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് മടങ്ങിപ്പോയതല്ലാതെ അവിടെ മെഡിക്കൽ കോളേജിന് ആവശ്യമായി എന്തു സൗകര്യം ഉണ്ടായിരുന്നു? 600 കോടി രൂപ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ 600 കോടി രൂപ വിനിയോഗിച്ച് അവിടെ കെട്ടിടങ്ങൾ പണിതു. അവിടെ ഇന്ന് ഡോക്ടർമാരുണ്ട്, അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി കാലത്ത് 50 കുട്ടികൾ ആദ്യം പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം നഷ്ടപ്പെട്ട് 50 കുട്ടികളെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് അവിടുന്ന് തിരിച്ചയക്കേണ്ടതായി വന്നു. വിദ്യാഭ്യാസം നടക്കാത്ത സ്ഥിതിയുണ്ടായി. ഒരു ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് മെഡിക്കൽ കോളേജായി മാറിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചാൽ മെഡിക്കൽ കോളേജ് ഉണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷം 600 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചാണ് അവിടെ ഇന്ന് കാണുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെ അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഏതാണ്ട് നമ്മുടെ എല്ലാ ആശുപത്രികളുടെ രംഗത്തും ആ നിലയിലേക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ചില പ്രശ്നങ്ങളുണ്ടായതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് മാത്രമാണ് ഈ മെഡിക്കൽ രംഗത്ത് സംഭവിക്കുന്നതെന്ന് പറയുകയാണ്. ഒരു ജനറൽ ആശുപത്രിക്കകത്ത് അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഹൃദയമാറ്റം ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗം ശക്തിപ്പെട്ട 10 വർഷമാണ് ഈ കഴിഞ്ഞു പോയത് എന്ന് ഇദ്ദേഹം ബോധപൂർവ്വം മറക്കുകയാണ്. ആരോഗ്യ മേഖല അത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഈ ആരോഗ്യമന്ത്രി കണ്ണൂരിൽ വെച്ച് കരിങ്കൊടി കാണിച്ചപ്പോൾ ഉണ്ടായ അത്യാഹിതത്തിന് ഗവൺമെന്റിന്റെ ജില്ലാ ആശുപത്രിയിൽ കയറി എന്നുള്ളതല്ലാണ്ട് കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാർ ഈ കേരളത്തിലെ ആധുനിക സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഈ CPM-ന്റെ ഏതെങ്കിലും മന്ത്രിമാർ, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഇവിടുത്തെ ആശുപത്രികളിൽ കയറി കിടന്നിട്ടുണ്ടോ? എല്ലാവരും അമേരിക്കയിലേക്കാ പോണേ, എല്ലാവരും മദ്രാസിലേക്കാ പോണേ. പനി വന്നാലൊക്കെ അമേരിക്കയിലാണോ? ഈ ആധുനിക സൗകര്യത്തോടുകൂടി പനി വന്നാലല്ല. കേരളത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന M.M. മണി ഇടുക്കി ജില്ലക്കാരനാ. എവിടെയാ പോയത്? അതിപ്പോ ഉമ്മൻചാണ്ടി ഈ നാട്ടിലെ ഇത്തരം കള്ളത്തരങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇടുക്കി മെഡിക്കൽ കോളേജിന് 600 കോടിയുടെ കഥയൊക്കെ പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി 2011-16 ഉമ്മൻചാണ്ടി ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ 14 ജില്ലകളിലും ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജ് അനുവദിച്ചു. അന്ന് ഉദ്ഘാടനം ശിലാഫലകം സ്ഥാപിച്ചപ്പോൾ ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ ഇടുക്കിയിലെ സ്ഥാനാർത്ഥി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രി റോസി അഗസ്റ്റിനായിരുന്നു അധ്യക്ഷത. നിങ്ങൾ ഇങ്ങനെ ഇടപെടുവാണെങ്കിൽ പിന്നെ ഞാൻ സംസാരിക്കേണ്ടത് വയ്ക്കാം. ഞാനൊന്ന് പറയട്ടെ. 2016 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തിയത് ഉമ്മൻചാണ്ടി ആയിരുന്നു. അതിന്റെ അധ്യക്ഷൻ CPM-ന്റെ മന്ത്രിസഭയിൽ ഇന്നിരിക്കുന്ന ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയായ റോസി അഗസ്റ്റിനായിരുന്നു അധ്യക്ഷൻ. മറുപടി പറയുന്നത് ഒരു നിമിഷം സുരേഷ്, ഞാൻ അരമണിക്കൂറായിട്ടില്ല. 3 മിനിറ്റ് അരമണിക്കൂറാകുന്നു. ഞങ്ങൾ 2016 പ്രൊജക്ട് ഞങ്ങളുടെ ഗവൺമെന്റ് പോയില്ലേ? ഇതാണ് ഞങ്ങളുടെ ഗവൺമെന്റ് അനാവശ്യമായിട്ട് ചൂടാണ്. 3 മിനിറ്റ് എനിക്ക് മാത്രമല്ലോ. ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന സമയം തരണ്ടേ? 3 മിനിറ്റാണ് അരമണിക്കൂറിൽ 20 മിനിറ്റ് എന്തിനാ ചൂടാവുന്ന സുരേഷ്? അതായത് നിങ്ങൾ മര്യാദയോട് തോന്നുകയാണ്. ചർച്ച തുടങ്ങിയിട്ട് നിങ്ങളോട് ചോദിക്കാൻ വരുന്നേ ഉള്ളൂ. ആ വിഷയം കഴിഞ്ഞോട്ടേക്ക് വരുന്നേ ഉള്ളൂ. നിങ്ങൾ ചൂടാവില്ലേ? 20 മിനിറ്റ് ആയേ ഉള്ളൂ. അടുത്ത വിഷയം അതാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഡീൽ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ വിഷയം ഞാൻ സുരേഷ് അങ്ങനെ പറയല്ലേ. നമ്മുടെ വിഷയം ഇതാണ്, രാഷ്ട്രീയ വിഷയത്തിൽ മേഖല വിഷയം. നിങ്ങൾ തമ്മിൽ ഡീൽ ഉണ്ട്. ആ ഡീലിന് മറുപടി പറ. നിങ്ങൾ തമ്മിൽ ഡീൽ ഉണ്ട്, പറ. ആ പറ. എല്ലാതെ എന്താ പറയാ? എന്താ പറയാ? നിങ്ങൾ പറ സുരേഷ്, പറ.
ഇവിടെ നിങ്ങൾ ഈ ഇടുക്കി മെഡിക്കൽ കോളേജ് മാത്രമാണോ കേരള നിയമസഭയിലെ ഏറ്റവും വലിയ വിഷയം? അഴിമതി നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളടക്കം അഴിമതി കേസിൽ പ്രതിയായി നിൽക്കുക. അങ്ങനെ ശബരിമല കൊള്ളയുണ്ട്. ശബരിമല കൊള്ളയൊക്കെ പറഞ്ഞോട്ടെ. ശബരിമല കൊള്ളയിൽ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഞാൻ പറഞ്ഞോട്ടെ, ഒട്ടേറെ ആളുകൾ വരുന്ന തീർത്ഥാടന കേന്ദ്രമായ ശബരിമല കൊള്ളയിൽ പോലും CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ അകത്ത് കടന്നു. പുറത്താക്കിയില്ല, നടപടിയെടുത്തില്ല. എന്തുകൊണ്ട്? മറ്റു ദീപന്മാർക്കും പങ്കുണ്ട്. രണ്ട് മുന്നണികളും ശബരിമല കൊള്ള കേസിൽ പ്രതികളാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ നിരവധി അഴിമതി കേസുകൾ രണ്ട് മുന്നണികളും ഒരേ തൂവൽ പക്ഷികളാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഈ നരേന്ദ്രമോദി 11 വർഷമാകുമ്പോൾ ഏതെങ്കിലും അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ടോ? അത് മാത്രമല്ല, ഇടുക്കിയിലേക്ക് വന്നാൽ 70,000 കൃഷിക്കാർക്ക് ഇനിയും പട്ടയം കിട്ടാനുണ്ട്. 10 വർഷമായി LDF ഭരിക്കുന്നു. അതോടൊപ്പം തന്നെ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കാൻ പറ്റുന്നില്ല. പലയിടത്തും നിർമ്മാണ നിരോധനം വരുന്നു. ഇതൊക്കെ ജനങ്ങളുടെ ജീവിതമായ പ്രശ്നങ്ങളാ. പരിഹാരം ഉണ്ടായോ? 10 വർഷം അവസരം കൊടുത്തതല്ലേ? ഒരു പരിഹാരം ഉണ്ടായില്ല. നിങ്ങൾ തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ഡീലും ഇല്ല. ഞങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. എന്തിന് ഡീൽ ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, മഞ്ചേശ്വരത്ത് SDPയുടെ പ്രവർത്തകന്മാർ ആർക്കോട്ടിയും നിങ്ങൾ പറ. സ്ഥാനാർത്ഥിയെ പിൻവലിച്ചല്ലോ. കണ്ണൂരിൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുന്നു. കടന്നപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുന്നു. ഒരു പെട്ടി ഓട്ടോറിക്ഷ കയറ്റാൻ ആളില്ല അവിടെ. CPM അവിടെ സീറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഞങ്ങളുടെ സൗകര്യം. തൃപ്പൂണിത്തുറ കൊടുക്കുന്നത് അവര് പറയുന്നതിന് മറുപടി പറയാൻ ഒരു എതിർത്തുകൊണ്ടിരിക്കുക. സുരേഷ് അങ്ങനെ വിറച്ചുകൊണ്ട് അവരെ എതിർത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് അവരുടെ ഡീൽ ഉണ്ട്. ഈ ഡീൽ ഉണ്ടായത് കൊണ്ടല്ലേ 2016 പിണറായി ഗവൺമെന്റ് ഉണ്ടായത്. ഡീൽ ഉണ്ടായത് 2021 ഗവൺമെന്റ് ഉണ്ടായത്. ആ ഡീലാണ് കുഴൽപ്പണം മുങ്ങിയത്. ആ ഡീലിന്റെ പേരിലാണ് സ്വർണ്ണക്കൊള്ള മുങ്ങിയത്. ആ ഡീലാണിത്. ആ ഡീൽ ഇപ്പോഴും തുടരുന്നു. ഈ കേരളത്തിലെ 10 നിയോജക മണ്ഡലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയും BJPയും തമ്മിൽ വലിയ അന്തർധാരയുണ്ട്. നിങ്ങള് അവർക്ക് മൈക്ക് കൊടുക്കണം. അവരെ ചില കാര്യം പറയണം. എത്ര പറയാനേ ഉള്ളൂ. ചുമ്മാ നിങ്ങൾ രാഷ്ട്രീയ ആരോപണം നൽകുക അവരോട് പറയുന്നതാണ്. തെളിവൊന്നുമില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ വളരെ കൃത്യമായി ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഞങ്ങൾ ഈ ഡീലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഡീൽ ഇപ്പൊ തുടങ്ങിയതല്ലോ. KG മാരാര് മത്സരിച്ചപ്പോൾ, പിണറായി വിജയൻ മത്സരിച്ചപ്പോൾ ഇത് പരസ്പര ധാരണ ഉണ്ടായിരുന്നല്ലോ. 77-ൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഡീൽ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം കൂട്ടുകാരാ, ഈ നിങ്ങൾ 2-ൽ നിന്നും ഭരണത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു. 84-ൽ രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുവാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുമെന്ന് പറഞ്ഞുകൊണ്ട് RSSന്റെയും BJPയുടെയും ആളുകൾക്ക് വോട്ട് ചെയ്യുവാൻ പരസ്യമായി ആഹ്വാനം ചെയ്തത് എളംകുളം മരക്കല മൺമറഞ്ഞു പോയ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന് പറയുന്ന CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ കൂട്ടുകെട്ട് ബംഗാളിൽ, കൽക്കട്ടയിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നിരന്നിരുന്നിരിക്കുന്ന ഒന്ന് ഇദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. 2 മിനിറ്റിൽ അവസാനിപ്പിക്കാം. ഡീലും പറയാം. ആദ്യം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു നുണ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇടുക്കി ജില്ലയിലെ ആശുപത്രികളുടെ ചിത്രം. ഈ ഇടത് സൈഡിൽ കാണുന്നത്
UDF കാലത്തെ ചിത്രം, ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ചിത്രം, താഴെ കാണുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ ചിത്രം, അതിന്റെ താഴെ കാണുന്നത് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ചിത്രം, അതിന്റെ താഴെ കാണുന്നത് പീരിമേട് താലൂക്ക് ആശുപത്രി ചിത്രം. ഈ വലിയ നില കെട്ടിടങ്ങൾ കാണുന്നത് ഇടതുപക്ഷം പണിതുയർത്തിയ കെട്ടിടങ്ങൾ. എന്നിട്ട് അവർ പറയുന്നത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ മെഡിക്കൽ കോളേജ് കെട്ടിടമില്ല, കുട്ടികൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല, പഠിക്കാൻ വന്ന കുട്ടികളെ സ്ഥലം മാറ്റിയ കാലം. എന്നിട്ട് പറയാണ് ഇത് ഞങ്ങൾ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു ബോർഡ് വെച്ചാൽ മെഡിക്കൽ കോളേജ് ഉണ്ടാവില്ല. അവിടെ പഠിക്കാൻ കുട്ടിയും അവിടെ പഠിപ്പിക്കാൻ അധ്യാപകനും വേണ്ട സൗകര്യം ഉണ്ടാവണം. അതിപ്പോ കയറി ഇടപെടരുത്, ഞാൻ പറഞ്ഞോട്ടെ. ഇനി ഡീലിന്റെ കാര്യം, ആരാ ഇവിടെ ഡീൽ നടത്തിയത്? നേമത്ത് എങ്ങനെയാ താമര വിരിഞ്ഞത്? ആരുടെ വോട്ടാ കുറഞ്ഞത്? എത്രയിലേക്കാ താന്നുപോയത്? 30,000 വോട്ട് BJPക്ക് വിറ്റ് നേമത്ത് താമര വിരിയിച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വടകരയും ബേപ്പൂരും ധാരണയുണ്ടാക്കി മത്സരിച്ച കോലീബി സഖ്യം ആര് രൂപീകരിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി. 977 BJP ഉണ്ടോ? 977 BJP ഉണ്ടോ? ജനസംഘം ഉണ്ടോ? ഇല്ല. 977 BJPയും ഇല്ല, ജനസംഘവും ഇല്ല. അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ജനതാ പാർട്ടി ലയിച്ചു. സത്യം പറയുമ്പോൾ ഇടപെടരുത്. ജനതാ പാർട്ടിയിലേക്ക് ലയിച്ചു. പിന്നീട് BJP രൂപീകരിക്കപ്പെട്ടു. 980-ലാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. 980 ജനസംഘം വന്ന പാർട്ടി ഇവിടെ ലയിച്ചു, ജനതാ പാർട്ടി ലയിച്ചു. അത് സംഘടനാ കോൺഗ്രസ് ഉണ്ട്. ആ സംഘടനാ കോൺഗ്രസിന്റെ നേതാവിന്റെ പേര് ഞാൻ പറയാം, കെ സുധാകരൻ. സംഘടനാ കോൺഗ്രസിന്റെ നേതാവിന്റെ പേര് KG മാരാരുടെ തെരഞ്ഞെടുപ്പ് സുധാകരൻ. നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കെ സുധാകരൻ പ്രവർത്തിച്ച മുന്നണിയെ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത്. വളരെ ആദരവോട് കൂടി ഞാൻ ന്യൂസ് അവതാരകനോട് ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. അത് ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ട് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ അതിനൊരു അവസരം നിങ്ങൾ കൊടുത്തിട്ടില്ല. ആദ്യത്തെ കംപ്ലൈന്റ് അവതാരണോടൊരു കംപ്ലൈന്റ് ഞാൻ പറയുന്നു. രണ്ടാമത് നിങ്ങളോട് ഡീലിന്റെ കേസിട്ട് പറഞ്ഞു. ഈ കേരളം വിട്ടിട്ട് ഈ ഇടതും വലതും മുന്നണി ഒരു ഡീലാണോ? ആരോടാ ചോദ്യം? അവരോട് രണ്ടുപേരോട് ചോദിക്കണേ. ഇടതിന്റെ വലതു മുന്നണിയിലെ പ്രതിനിധികളായിട്ട് അവരോട് ചോദിക്കണേ. കേരളം വിട്ടാൽ ഇവർ ഇന്ത്യ സഖ്യം കേരളത്തിൽ വരുമ്പോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അടിക്കുന്നു, ഇതല്ലേ? കേരളം വിട്ടാൽ ഇന്ത്യ എന്താ? അതാണ് ശ്രീ ജാഫർ ഖാൻ, താങ്കളോടാണ് ചോദ്യം വരിക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരേ മുന്നണിയുടെ ഭാഗമാണ്. എന്നിട്ടാണ് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നത്, അവർ തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്താ വ്യത്യാസം? ഒരു കാര്യം, ഇവിടെ സുധാകരന്റെ പേരൊക്കെ പറയുന്നത് കേട്ടു. അന്ന് സുധാകരൻ കോൺഗ്രസ് അല്ലെന്നും അദ്ദേഹം തന്നെ സമ്മതിച്ചു. സംഘടനാ കോൺഗ്രസ് അല്ലല്ലോ, അത് വേറെയാണല്ലോ. സംഘടനാ കോൺഗ്രസ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇന്ന് അങ്ങനെയാണ് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അതിന് മറുപടി കൂടി ശരത്ത് പറയേണ്ടി വരും. ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധി അത് മറുപടി പറയേണ്ടി വരും. കാരണം അത് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ PK ശശിയും G സുധാകരനും കഴിഞ്ഞ ആഴ്ച വരെ CPM ആയിരുന്നു. ആ ശശിയും സുധാകരനുമാണ് ഇപ്പൊ പറയുന്നത് MDMAയും വിറ്റ് നടക്കുന്ന ഗഞ്ചാവ് സംഘങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള യുവജന സംഘടനകൾ. രാഷ്ട്രീയ പാർട്ടി മാറുമല്ലോ. അന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ സംഘടനാ കോൺഗ്രസ് നമ്മൾ പറഞ്ഞത് ഡീലിന്റെ കാര്യം. ആ ഡീലിന്റെ കാര്യത്തിനകത്താണ് ഞാൻ പറഞ്ഞത്. അന്ന് KG മാരാരുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചുമതലക്കാരനായിരുന്നു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ഇന്നും ഡീല് നിൽക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിലല്ല. ഈ തൊടുപുഴ പട്ടണത്തിൽ നിൽക്കുമ്പോൾ തൊടുപുഴ മുനിസിപ്പാലിറ്റിക്കകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന്റെ 2 ജനപ്രതിനിധികൾ പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ 9ാം വാർഡ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 9ാം വാർഡിൽ അവിടെ BJPക്ക് പറയുന്ന വോട്ടൊന്നുമില്ലായിരുന്നു. CPMന് 350 വോട്ടുണ്ടായിരുന്നു. CPMന് അവിടെ ഇത്തവണ കിട്ടിയത് 89 വോട്ട്. BJP അവിടെ ജയിച്ചു. നിങ്ങൾ കേൾക്കണം. രണ്ടാമത്തേത്, ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. രണ്ടാമത്തേത് കുമ്മങ്കല്ല് വാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ 18 വോട്ടിന് CPM തോറ്റ വാർഡിൽ ഇത്തവണ CPMന് കിട്ടിയത് 114 വോട്ട്. അവിടെ SDPIക്കാണ്
ഇവരെക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയത്. എസ് ടി പി വോട്ട്. അത് എവിടെ പോയി? ശ്രീ സുരേഷ് കുമാർ, എവിടെ പോയി? BJP-ക്ക് ഇവിടെ പ്രാദേശിക തലത്തിൽ തന്നെ ഡീൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. CPM നോട്ട് പറഞ്ഞതിന് സമാനം പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടോ? അവരുടെ കയ്യിലിരിപ്പോണ്ട് വോട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് ആരുമായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിൽ ക്രമാനുഗതമായി കേരളത്തിന്റെ അധികാരം ഞങ്ങൾ പിടിച്ചിരിക്കും. 2 സീറ്റിൽ നിന്ന് പാർലമെന്റ് പിടിച്ചതുപോലെ കേരളവും ഞങ്ങൾ പിടിക്കും. വികസനത്തിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ കേരളത്തിലെ വികസനത്തിന്റെ കാര്യമുള്ള ഏറ്റവും കൂടുതൽ സമയം ചർച്ച ചെയ്തത് 92% പൈസയും കേരളത്തിൽ പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും പലിശ കൊടുക്കാനും മാറ്റുക. പിന്നെ 8% കിട്ടുന്നത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കേരളത്തിലെ റോഡ് ഗതാഗതത്തിന് വികസനം എങ്ങനെയാ? റോഡ് ഗതാഗതത്തിന് വികസനം ഉണ്ടായി ദേശീയപാത വികസനമാ. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുത്തട്ടാ. മെട്രോ ട്രെയിൻ കേന്ദ്രത്തിന്റെ സഹായം. കേരളത്തിൽ നടപ്പാക്കുന്ന കേരളത്തിൽ നടപ്പാക്കുന്ന എല്ലാ കാര്യങ്ങളിലും കേന്ദ്രത്തിന്റെ സഹായവും പിന്തുണയും സാമ്പത്തികമായ ഗ്രാന്റുകളും. ഒരു ചോദ്യം, നമ്മുടെ വയനാട്ടില് ഇത്രയും വലിയ വരട്ടെ. അപ്പോ ഇത്രയും വലിയ അപകടം ഉണ്ടായി, ലോകം മുഴുവൻ ഞെട്ടി, നമ്മൾ ആകെ എല്ലാവരും സങ്കടപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് വന്നു, നമ്മൾ ആശ്വസിച്ചു. അയ്യോ, അദ്ദേഹം നല്ല വലിയ സഹായങ്ങൾ ചെയ്യും. എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എണ്ണി പറയാം. ഏത് വയനാട്ടിലാ? പറയൂ. നിങ്ങൾ രേഖ എടുത്ത് പരിശോധിക്കില്ല, ഞാൻ രേഖ തരാം. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് സന്ദർശനം നടത്തി പോയതിനു ശേഷം 700 കോടി രൂപ വയനാട്ടിന് അനുവദിച്ചു. കഴിഞ്ഞ മാസം 560 കോടി രൂപ. നിങ്ങൾക്ക് രേഖ തരാം. 560 കോടി രൂപ. 560 കോടി രൂപ കഴിഞ്ഞ പറഞ്ഞോട്ടെ 15,000 കോടി രൂപയാണ് പ്രകൃതി ദുരന്തത്തിന് വേണ്ടി അതിനെ നേരിടാൻ കേന്ദ്രം കൊടുത്തത്. അതൊക്കെ പോയി, നമുക്ക് കിട്ടിയില്ല. 3.5 ലക്ഷം കോടി രൂപയാണ് വിവിധ ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത്. ഞാൻ പറയട്ടെ, പാർലമെന്റിൽ എണ്ണി പറഞ്ഞതാ. ഇതിപ്പം കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലാത്തത് കൊണ്ട് ഇമാതിരി പൊട്ടത്തരം പറയണമെന്നും കേട്ട് ന്യായീകരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ അന്ന് രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ചപ്പോഴും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുമ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നിരവധിയായ സബ്മിഷനുകൾ ഉന്നയിച്ചു, അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് ഒരു ആശുപത്രിയിൽ കയറി ഒരു കൊച്ചു കുട്ടിയെ ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത് ഈ അപകടമുണ്ടായ മേഖലയിൽ വന്നു നിന്ന് ഒരു വീഡിയോയും എടുത്ത് വിമാനത്തിൽ കയറി ഒരു സന്ദർശനവും നടത്തി പോയതല്ലാണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഈ കാര്യത്തിനകത്ത് നയാ പൈസ തന്നില്ല എന്ന് മാത്രമല്ല, ഇതിനേക്കാൾ ചെറിയ ദുരന്തങ്ങളുണ്ടായ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് വാരിക്കോരി കൊണ്ടുപോയി. എനിക്കറിയാവുന്ന കാര്യം അദ്ദേഹം പറയുന്ന സത്യം. എനിക്കറിയാവുന്ന സത്യം. ശരദൂടെ പറഞ്ഞു പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകണം. ഞാൻ വരാം. അതിന് മുമ്പ് ഡീലിനെ സംബന്ധിച്ച് ഇവിടെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചെല്ലാം ചൂണ്ടിക്കാണിച്ചു. ഇപ്പോ ചില രാജ്യസഭ മെമ്പർമാരെ തന്നെ വോട്ട് നടന്നു. ആരാ BJP വോട്ട് ചെയ്ത് മെമ്പർമാരെ കൊടുത്തത്? കോൺഗ്രസ് രാജ്യസഭയിലേക്ക് BJP പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ ക്രോസ് വോട്ട് ചെയ്ത് ഈ BJP എംപിമാരെ വിജയിപ്പിച്ചുകൊണ്ട് റീസെൻ്റായി അധിക സമയമായിട്ടില്ല കോൺഗ്രസ് ആണ്. പല നിയമസഭകളിലും നമ്മൾ കണ്ടത് അപ്പാടെ കോൺഗ്രസ് മാറുന്ന കാഴ്ച കണ്ടു. ഇനി വയനാട് സൂചിപ്പിച്ച് നന്നായി, അദ്ദേഹം 2 പേര് സൂചിപ്പിച്ചല്ലോ. വയനാട് നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തോ വാരിക്കോരി കേന്ദ്രം തന്നു, തെളിവുണ്ടെങ്കിൽ ഇവിടെ സമർപ്പിക്കണം. വെറുതെ വായിൽ വെച്ച് ഞങ്ങളത് മുഴുവൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ BJP-കാരെയും കൂടെ പോരുത്, ആ തെളിവൂടെ കൊടുത്തിട്ട് പോകണം. വായ്പ തന്നു, ഇത് കടം, നിങ്ങളിത് ആ കടമായി വെച്ചോളൂ, എന്നിട്ട് പലിശക്കാരൻ വാങ്ങുന്നത് പോലെ പലിശ അടക്കം തിരിച്ചു പിടിക്കാൻ. അതല്ലേ കേന്ദ്രം ചെയ്തത്. ഒന്നും തന്നിട്ടില്ല. ഇനി കോൺഗ്രസിന്റെ സമീപനം ഉണ്ടല്ലോ, അവിടെ പ്രിയങ്ക ഗാന്ധി MP ഫണ്ടിൽ നിന്ന് 1 രൂപ കൊടുത്തിട്ടില്ലല്ലോ. കലണ്ടറാണ് കൊടുത്തത്. കലണ്ടർ ഏത് കേരള സർക്കാർ വെച്ച് കൊടുക്കുന്ന വീട്ടിൽ ആണി അടിച്ച് തൂക്കാൻ പ്രിയങ്കയുടെ പടമുള്ള കലണ്ടർ കോൺഗ്രസ് കൊടുത്തു. അതാണ് കോൺഗ്രസിന്റെ സംഭാവന. അത് ശരിയല്ല. ഇന്ത്യൻ പാർലമെന്റിൽ അതെ നല്ല മനുഷ്യന്മാര് കലണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങി കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ പിന്നെ രാജ്യസഭയിലെ കാര്യം ഒന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ തെളിയണ്ട. ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP എന്ന് പറഞ്ഞ് വലിയ മുദ്രാവാക്യം വിളിച്ചിരുന്നവരായിരുന്നു. ആ വിളിച്ചിരുന്നവര് ഇപ്പൊ ശരത്തെ
ഉമ്മൻചാണ്ടിയുടെ മരുമകൻ, കരുണാകരന്റെ മകൻ, CPM-ന്റെ ആയിഷ പോറ്റി ഇന്ന് കോൺഗ്രസിലാണ്, AV ജയൻ അനാമിക SFI നേതാവ് BJP-യില VR രാമകൃഷ്ണൻ. അല്ല അത് പറയട്ടെ, ഇടതുപക്ഷ മുന്നണിയുടെ 3 MLA-മാർ ഇവരൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്. 28,000 കോടിയുടെ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് LDF അധികാരത്തിൽ വന്നത്. അതിൽ 20 കോടിയെങ്കിലും പ്രഖ്യാപിച്ചോ അല്ല അത് നടപ്പാക്കിയോ എന്നുള്ളത് LDF-ന്റെ പ്രതിനിധി പറയേണ്ടതാണ്. പിന്നെ മനസ്സുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന LDF-ന്റെ ആൾക്കാർക്ക് പോലും ഈ ഭരണം എങ്ങനെയും അവസാനിച്ച് കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുകയാണ് LDF-കാർ പോലും LDF-ന്റെ ഭരണം അവസാനിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പാക്കേജ് 28,000 കോടിയുടെ പാക്കേജ് എത്ര പ്രഖ്യാപിച്ചു എന്ന് പറയണം. ശരി, വളരെ പെട്ടെന്ന് ഞാൻ പറയാം. അതിന്റെ മറുപടി ശരത്തിനുണ്ട്. ചില കാര്യങ്ങൾ ജാഫർ ഖാൻ പറയാണ്ട്, ശ്രീ സുരേഷിനും അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ പറയാണ്ട്. ശ്രീ ശരത്ത് അദ്ദേഹത്തിന്റെ ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ. അതിനൊപ്പം ഒരു കാലത്തും ഇല്ലാത്ത വിധം, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പില്ലാത്ത വിധം നിങ്ങളുടെ കുറേ ആളുകൾ, അതും വളരെ പ്രധാനപ്പെട്ട G. സുധാകരനെ പോലുള്ള നേതാക്കളടക്കം അപ്പുറത്തേക്ക് ചാടിയിട്ട് നിങ്ങൾ ശരിയല്ല എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അപ്പം നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകില്ല. അതുകൊണ്ട് ഒരു തിരിച്ചടിയും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ചില പേരുകൾ പറഞ്ഞു. ഇപ്പോൾ ചില ആളുകൾ വല്ലാതെ സ്വീകാര്യനായിട്ടുണ്ട്. PK ശശിയൊക്കെ ഇന്ന് കോൺഗ്രസിന് വല്ലാതെ സ്വീകാര്യനാണ്. വളരെ മികച്ച വ്യക്തിത്വം എന്നാണ് അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ആദരണീയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഒരാഴ്ച മുമ്പ് അഭിപ്രായം ഇതായിരുന്നു എന്ന് വെച്ചാൽ ഇതായിരിക്കില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തീവ്രത ഇളക്കാൻ പോയില്ലേ എന്ന് ചോദിച്ചാൽ അതേ നാവ് കൊണ്ട് ഇന്ന് ശശിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പോൾ തീവ്രതയൊക്കെ വല്ലാതെ താന്ന് ഒരു മിതമായ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ചില അധികാരമോഹികൾ ഇങ്ങനെ സീറ്റ് കിട്ടാത്തതിന് വേണ്ടി വിഷമം ചെയ്യുന്ന ചില ആളുകൾ, അത് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്തു പോയതിനു ശേഷമാണ് പോയിട്ടുള്ളത്. ഈ G. സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹം മുമ്പ് CPM-ന്റെ നേതാവായിരുന്നു. പാർട്ടി ബ്രാഞ്ചിലിരിക്കുന്ന സമയത്താണ് പോയിട്ടുള്ളത്. ഐഷ പോറ്റി 5 വർഷം മുമ്പ് MLA സ്ഥാനം നിന്ന് മാറി പാർട്ടി DC-യിൽ നിന്ന് ഒഴിവായി നിന്നിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ പറയുന്ന കൂട്ടത്തിൽ ചില ആളുകൾ എന്തുകൊണ്ട് പോയി എന്ന് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അനിൽ ആന്റണി, ശ്രീ AK ആന്റണിയുടെ മകൻ എന്തുകൊണ്ട് പോയി? നിങ്ങളുടെ പല വിഭാഗത്തിൻ്റെയും നേതാവായിരുന്നു. IT സെൽ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ട് പോയി? ശ്രീമതി പത്മജ എന്തുകൊണ്ട് BJP-യിലേക്ക് പോയി? നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കളാണ്. പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ റീസെൻ്റായി NDA സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന ഒന്ന് ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഭർത്താവായിട്ടുള്ള അദ്ദേഹം ഇന്ന് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഡീലുണ്ട് എന്നിവർ അങ്ങ് ആവർത്തിച്ചുറപ്പിക്കാൻ വേണ്ടി. ഡീൽ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. രാജ്യസഭയിൽ ഉൾപ്പെടെ പല നിയമസഭകളിലും കണ്ട ഡീൽ കേരളത്തിലുമുണ്ട്. ചില സീറ്റുകളിൽ ധാരണയുണ്ട്. ഇപ്പോൾ SDP ആയിട്ട് ഡീലുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഡീലുണ്ട്, RSS-ഉമായും കോൺഗ്രസിന് ഡീലുണ്ട്. ചിലയിടങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി SDP ഡീൽ. ഇപ്പോൾ എങ്ങനെയാണ് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി? മഞ്ചേശ്വരത്തെ SDP-യുടെ വോട്ടാർക്കാ? ഇവർക്കാണ്. ഞങ്ങൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, എത്ര തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാലും ഒരു വർഗീയവാദിയുടെയും ഒരു മതരാഷ്ട്രവാദിയുടെയും വോട്ട് വേണ്ട. അത് RSS-ൻ്റെയും വേണ്ട, SDP-യുടെയും വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെയും വേണ്ട. ഈ നാട്ടിൽ മനുഷ്യനായി തിരിച്ചറിയാൻ കഴിയുന്ന മതനിരപേക്ഷ കേരളത്തിൻ്റെ വോട്ട് മാത്രമേ ഇടതുപക്ഷത്തിൻ്റെ പെട്ടിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട്. ഒരു വർഗീയവാദി വോട്ട് ചെയ്യേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് 4 വോട്ടിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാ. അല്ല, അതെ, ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇടതുപക്ഷ മുന്നണിയുടെ ക്യാപ്റ്റൻ എന്നിവർ വിളിക്കുന്ന ആള് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, കേവലമായ ചില വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങൾ പോലാന്ന്. രാഷ്ട്രീയ ചെറ്റത്തരം, അതായത് കേവലമായിട്ടുള്ളത്. അതായത് 1-2 വോട്ടൊന്നുമല്ല, ഭരണം കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കേവലമായ വോട്ട് ഇവിടെ അല്ല, ചെറിയ തെറ്റത്തരൊന്നും കാണിക്കത്തില്ല ഭരണം കിട്ടുന്നതിന് വേണ്ടി. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. 2021 BJP-ക്ക് കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ കൊടകരയിൽ പിടിച്ച കള്ളപ്പണം അത് എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇന്ന് ഒരിടത്തും മറുപടിയില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്, ആ കേസും എതിരെ പോയി ആർക്കും അറിയാൻ മേല. തൊട്ട് പിന്നാലെയാണല്ലോ ED വന്നതും മുഖ്യമന്ത്രിയുടെ മകളുടെയൊക്കെ പേരുണ്ടായ ആക്ഷേപങ്ങളുണ്ടായതുമൊക്കെ. ആ സ്വർണ്ണക്കൊള്ള അതും എതിരെയോ പോയി. ഇവിടെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ജമാഅത്തെ കള്ളന്മാരെങ്ങനെ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിയെന്നും അവിടെ സ്വീകരണ മുറിയിൽ കയറിയെന്നും അടുക്കളയിൽ കയറി ഭക്ഷണം കഴിച്ചെന്നും ഈ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള നിരവധി ചാനൽ ചർച്ചകൾ ഇന്ന് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി ഓടിക്കൊണ്ടിരിക്കുക. അതൊന്നും കണ്ടില്ല എന്ന് നടിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റത്തില്ല സുഹൃത്തെ. ശശിയെ ഞങ്ങളാണോ വെള്ളപൂശിയത്? PK ശശിക്കെതിരായി ആക്ഷേപം ഉണ്ടായപ്പോൾ അന്വേഷിക്കാൻ പോയ ബാലനും അതുപോലെ തന്നെ ശ്രീമതിയും പറഞ്ഞത് അത് വളരെ വളരെ നോർമലായിട്ടുള്ള എന്തായിരുന്നു പറഞ്ഞത്? തീവ്രത പറഞ്ഞത്
നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളെ ഞങ്ങൾ ഇനി പുനഃപരിശോധിക്കേണ്ട കാര്യമുണ്ടോ? അത് നല്ല point ആണ്. സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കണല്ലേ? നിങ്ങൾ certificate കൊടുത്തു. നിങ്ങൾ പറഞ്ഞ അതിന്റെ പേരിൽ നിങ്ങൾ പുറത്താക്കിയോ? പുറത്താക്കിയിട്ടില്ല. നിങ്ങൾ കൊണ്ടുവന്ന് ഈ സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുകയാണ് അയാൾ രാജിവെച്ചിട്ട് പോന്നിരിക്കുന്നത്. എന്നിട്ടോ DYFIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു തന്നെ ശശി പോയതോടുകൂടി കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്ക് ഞങ്ങളുടെ ആഫീസിലേക്ക് കയറാൻ വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, ശശി ഉണ്ടായിരുന്നപ്പോൾ ഈ പാർട്ടി ഓഫീസിനകത്ത് നടന്നൊരു വ്യഭിചാരത്തിന്റെ പേരിൽ ഒരു പാർട്ടി സഖാവിന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞുവെങ്കിൽ അത്തരം തെമ്മാടിയെ ഈ കാലയളവിൽ എന്തിന് CPM സംരക്ഷിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുവാൻ മാർക്സിസ്റ്റ് പാർട്ടി അത് പറഞ്ഞാൽ നിങ്ങൾ വേണം. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് സംരക്ഷിക്കുന്ന പോലെ ഇന്നലെ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള രീതിയിലുള്ള കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ അതിന് മറുപടി പറയാം. കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, അത് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം കൂടി പറയാം. ഇവിടെ കായംകുളത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ UDFനകത്തുള്ള ഒരു നേതാവ് ആക്ഷേപകരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ആദ്യം അതിനെതിരെ പ്രതികരിച്ചത് അവിടെ മത്സരിച്ച M. ലിജു എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാ. വെറുതെ പറയല്ല ഇത്. ഞങ്ങൾ അയാളെ പുറത്താക്കി, മുസ്ലിം ലീഗിൽ നിന്ന് അയാളെ പുറത്താക്കി, മുന്നണിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ തഹ്ലിയ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട 28 വയസ്സുകാരി പെങ്കൊച്ച് ആ മലബാറിൽ മത്സരിക്കുന്നുണ്ട്. അവൾ കഷ്ടകാലത്തിനൊന്ന് ആ ഷാഫി പറമ്പിൽ MP സ്വീകരണ പരിപാടിക്ക് വന്നപ്പോൾ ഒന്ന് അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്തപ്പോൾ എല്ലാവർക്കും കൊടുക്കുവോ എന്നാ ചോദിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത് കേസ് പോയിട്ടുണ്ട്. ആ ചെയ്തോ എന്നല്ല, ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പത്രപ്രവർത്തകരടക്കമുള്ള ആളുകൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യൻ ഒരു കേസിനകത്ത് പെട്ടപ്പോൾ പോകാൻ പറ്റത്തില്ലല്ലോ. ആ കേസിനകത്ത് പറഞ്ഞു തീർക്കട്ടെ സുഹൃത്തെ, ആ കേസിനകത്ത് ചാനലുകാരും പത്രക്കാരും ചെന്നിട്ട് അഭിപ്രായം പത്രപ്രവർത്തകരോട് ചോദിച്ചാൽ എനിക്കൊരു ചോദ്യമുണ്ട്. അതായത് ഇത്തരം പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വലിയ കുഴപ്പം പിടിച്ച പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് BJP വരുമ്പോൾ നിങ്ങൾ ആകെപ്പാടെ മതരാഷ്ട്രീയം കളിക്കും എന്നാണ് ഇവർ രണ്ടുപേരും പറയുക. ഒരു നിമിഷം, ഇപ്പോൾ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി അദ്ദേഹം ഒട്ടും ശരിയല്ലാത്തൊരു പ്രസ്താവന നടത്തി. അപ്പോൾ ആദ്യത്തെ ദിവസം അദ്ദേഹത്തെ അനുകൂലിക്കാൻ ശ്രമിച്ചെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തള്ളിക്കളഞ്ഞു. അപ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് 3, 4, 5, 8 സീറ്റ് കിട്ടുന്നുള്ള BJP NDA അനുഭാവികൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾ വല്ലാത്ത തോതിൽ മതധ്രുവീകരണമുള്ള വലിയ കുഴപ്പം പിടിച്ചൊരു സാഹചര്യം ഉണ്ടാക്കും എന്ന പേടിയുള്ള ആളുകളോട് നിങ്ങൾ എന്ത് മറുപടിയാണ് നൽകുക? പ്രത്യേകിച്ച് ഗുരുവായൂർ വിഷയത്തിൽ. അല്ല, കേരളത്തിലെ ഭരണമല്ലല്ലോ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. ഇന്ത്യ രാജ്യം 11 വർഷമായി ഭരിക്കുന്നത് BJP ആണ്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായോ? അപ്പം കേരളത്തിൽ വസ്തുതാവിരുദ്ധമായ പ്രചരണം നടത്തുക. ഇപ്പോൾ CPMന്റെ പ്രതിനിധി വർഗീയവാദികളുമായി കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ അബ്ദുൽ നാസർ മദനിയുമായി പിണറായി വിജയൻ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. കെട്ടിപ്പിടിച്ചതാണ്. SDPA ചർച്ച നടത്തി, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ചർച്ച നടത്തി. രണ്ട് മുന്നണിയും ഈ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടുന്നുണ്ട്. അതല്ലേ വസ്തുത? അദ്ദേഹത്തിന് ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല കേട്ടോ. എന്നാലും ഒരു ചോദ്യം കൂടി കഴിഞ്ഞോട്ടെ, അതിന് ഒന്നിച്ച് മറുപടി വരാം. ഇപ്പം ഈ രണ്ട് മുന്നണികളുടെയും, അതായത് UDFന്റെയും LDFന്റെയും പ്രതിനിധികൾ അതുപോലെ ആങ്കറും ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ചാൽ BJP എന്ന് പറയുന്നത് വർഗീയ പാർട്ടിയാണ്, വർഗീയ കാർഡ് വെച്ചാണ് അവർ തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് പോകുന്നതെന്ന്. അതിന് വസ്തുതയായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമാണോ? കഴിഞ്ഞ 11 ഇപ്പം തന്നെ ഈ സുരേഷ് കുമാർ പറഞ്ഞു 11 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൽക്കട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നോമ്പ് കാലത്ത് ഞാനും എൻ്റെ ഭാര്യയും വണ്ടിയിലുണ്ടായിരുന്നു. ഭക്ഷണം എവിടെ ഇരുന്ന് കഴിക്കുന്നു ഓർത്തു. മുസ്ലിം സഹോദരങ്ങളുടെ ഇടയ്ക്കൂടിയാണ് യാത്ര ചെയ്തത്. അവിടെ വെച്ച് അവരോട് ഒരു കടയിൽ കയറി ചോദിച്ചു, ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഇന്നപോലെ വന്നാൽ ഒരു കുഴപ്പവും ഇല്ല. മുസ്ലിങ്ങൾക്കിടയിൽ ഈ പറയുന്നത് ഒരു കുഴപ്പമില്ല. അവിടെ മോദിയുടെ ഫോട്ടോ വെച്ച കടകൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഈ പറയുന്ന അടിസ്ഥാനരഹിതമാണ്. ഇപ്പൊ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു. അതുപോലെ
നേമം, പാലക്കാട് ഇവിടെയൊക്കെ SDP സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ സൈലന്റ് ആകാൻ രണ്ടു മുന്നണികളും മുൻകൈ എടുക്കുക. എന്ന് ആർക്കാണ് വർഗീയത? മതമാണ് എല്ലാം എന്ന് പ്രസംഗിച്ച ഒരു മുന്നണി, അതുപോലെ തന്നെ രഹസ്യമായും പരസ്യമായും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഷപ്പിനെ, താമരശ്ശേരി ബിഷപ്പിനെ ഡയറക്റ്റ് പോയി ഒരു വലിയ നേതാവ് കാണുന്നു. അപ്പം അവർക്ക് ഇഷ്ടം പോലെ വർഗീയ ധ്രുവീകരണം നടത്താനും വോട്ട് പിടിക്കാൻ മാത്രം ഓരോ വ്യക്തിയെയും ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക വിഭാഗമാണ് അതിൻ്റെ ആളെ നിർത്തുകയും വോട്ട് വാങ്ങുകയും അവർ സ്നേഹത്തിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ വർഗീയതയെ പൊതിഞ്ഞ് താലോലിക്കുന്നു. ഞങ്ങളുള്ള കാര്യം യാഥാർത്ഥ്യമായിട്ട് പറയും. വളരെ വൃത്തിയായിട്ട് പറഞ്ഞു അദ്ദേഹം. അതിനുള്ള മറുപടി വേണം. അതിനു മുമ്പ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, 20,000 കോടി അതുമായി ബന്ധപ്പെട്ട് ഓർമ്മയുണ്ടല്ലോ? അതിനോട് ഇതുവരെ 571 കോടി രൂപയുടെ റോഡുകൾ മാത്രം, ഗ്രാമീണ റോഡുകൾ മാത്രം ജില്ലക്കകത്ത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിലെ വിവിധ പദ്ധതികൾ, വീട്ടമ്മമാർക്കുള്ള ആട് വളർത്തൽ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഭാഗമായി ഇങ്ങനെ വിവിധ പദ്ധതികൾ നടന്നു വരികയാണ്. 20 കോടി പോലും ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. 571 കോടി റോഡുകൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച് കഴിഞ്ഞതാണ്. അദ്ദേഹത്തിന് അപ്പോൾ ധാരണക്കുറവുണ്ടെന്ന് അങ്ങനെ പറഞ്ഞായിരിക്കും. ഈ വ്യാപകമായ പ്രചരണം ഉണ്ടല്ലോ. പിന്നെ BJP പ്രതി പറഞ്ഞു 11 വർഷമായി BJP രാജ്യം ഭരിക്കുന്നു, ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായോ? എത്ര നിഷ്കളങ്കമാണ് അദ്ദേഹം പറയുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യവും കാണാതെ അദ്ദേഹം കണ്ണടച്ചങ്ങിരിക്കുകയാണ്. ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ കന്യാസ്ത്രീമാർ ജയിലിൽ പോയി കിടന്ന് അദ്ദേഹം കണ്ടിട്ടില്ല. അവരെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അവരെ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ച് മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ല. അവർക്ക് ജാമ്യം അനുവദിക്കാൻ വേണ്ടി കോടതി അവിടെ കേസ് പരിഗണിക്കുമ്പോൾ അതിന് പുറത്ത് ഈ പറയുന്ന വർഗീയവാദികൾ തടിച്ചുകൂടി പുറത്തേക്ക് ഇറങ്ങി വന്നാൽ കൈകാര്യം ചെയ്യുമെന്ന് ആക്രോശിക്കുന്നത് അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല. ബീഫ് കഴിച്ചുവെന്ന് ആരോപിച്ച് ആളുകൾ കൊല ചെയ്യപ്പെടുന്ന അദ്ദേഹം കണ്ടിട്ടില്ല. വിശ്വാസത്തിൻ്റെ പേരിൽ, ആ വിശ്വാസപരമായ വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ രാജ്യത്ത് ആളുകൾ ആക്രമിക്കപ്പെടുന്നത് കണ്ടിട്ടില്ല. മുസഫർ നഗർ കണ്ടിട്ടില്ല. ഈ രാജ്യത്തെമ്പാടും ഉണ്ടായ ചെറുതും വലുതുമായ കലാപങ്ങൾ അദ്ദേഹം ബോധപൂർവമായി കണ്ടിട്ടില്ല. അങ്ങനെ ഈ രാജ്യത്താകെ നടക്കുന്ന വർഗീയ പ്രചരണങ്ങളും ഈ വിഷലിപ്തമായ പ്രചരണമൊന്നും കാണുന്നില്ല. BJP നേതാക്കന്മാർ തന്നെ നാവ് വളയ്ക്കുന്നത് അപരമത വിദ്വേഷം ഛർദ്ദിക്കുന്നതിന് വേണ്ടിയാണ് ഈ രാജ്യത്ത് നാവ് വളച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്ത് ഇപ്പോൾ ഗുരുവായൂരൊന്നും ചോദിക്കുക, ഇവിടെ എന്താ ഹിന്ദു മത്സരിക്കാത്തത്? അമ്പല കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പല്ലോ, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലേ? അദ്ദേഹം ചോദിക്കുക ഇവിടെ എന്താ ഹിന്ദു ഇല്ലാത്തത്? മതം പറയുകയാണ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും നിന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് കേരളത്തിനകത്ത് പോലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സ്ഥലത്തെ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മോഡിയുടെ മുസ്ലിം വീടുകളിൽ പോലും മോദിയുടെ ഫോട്ടോ ഉണ്ട്. സമാധാനത്തോടെ ജനം ജീവിക്കുന്ന പുറത്തു നിന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ കേട്ടല്ലോ. കൊൽക്കത്തയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും ഗുജറാത്തിലേക്കും ഒക്കെ ഒരു യാത്ര പോയി ഒന്ന് കറങ്ങി വരണമെന്നാണ്. കലാപം നടന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു വരണമെന്നാണ്. അവിടുത്തെ ആളുകൾ ജീവൻ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇനി എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുമെന്ന്, ഞങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുമോ എന്ന്, ഞങ്ങളുടെ വോട്ടവകാശം നഷ്ടപ്പെടുമോ എന്ന്, ഇനി ഈ രാജ്യത്തെ പൗരന്മാരല്ലാതെ ഓടിപ്പോകേണ്ടി വരുമോ എന്ന് ജനം പേടിക്കുന്ന കാലത്താണ്. അദ്ദേഹം ഇതൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹം ഇതൊന്നും കണ്ടിട്ടില്ല. ക്രിസ്ത്യൻ സഹോദരങ്ങൾ MLA-മാരായിട്ടുള്ളത് BJP-യിലാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിം മന്ത്രിമാരും MLA-മാരും ഉള്ളത് BJP-യുടെ ഭാഗമാണ്. പരിശോധിക്കുക. മുസ്ലിം MP പോലുമില്ല BJP. BJP-യിൽ കേന്ദ്രമന്ത്രി 36 MLA-മാർ ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. കേരളത്തിൽ നിങ്ങൾ രണ്ടുപേരും പറയും എന്ന് വെച്ചാൽ UDF LDF പറയും BJP വലിയ വർഗീയ പാർട്ടിയാണെന്ന്. പക്ഷെ അവർ ഓരോ തവണയും കൂടുമ്പോൾ വോട്ട് കൂട്ടിക്കൊണ്ടുവരിക. അത് അവരോട് ജനങ്ങൾക്ക് ആഭിമുഖ്യമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് മതിപ്പുണ്ട്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്നതുകൊണ്ടല്ലേ കേരളത്തിലും അവരുടെ വോട്ട് വർഷം കഴിയുന്നവരും കൂടി വരുന്നത്. ശ്രീ ജാഫർ ഖാൻ, ഇതൊക്കെ കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ഇവരാരും ഇതൊന്നും അങ്ങനെ വിശ്വസിക്കത്തില്ല. എന്താ നരേന്ദ്രമോദിയുടെ ഫോട്ടോയും വെച്ച് മുസ്ലിം ഹോട്ടലുകളിലും മുസ്ലിം വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഉണ്ട് എന്ന് ഇവിടെ സുഹൃത്ത് പറഞ്ഞു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ അത് മനസ്സറിഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നൊന്നുമല്ല. ജീവൻ നിലനിർത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, ജീവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഒറ്റ കാര്യം ഗുജറാത്ത് കലാപം നിങ്ങൾക്കറിയാലോ. പൂർണ്ണ ഗർഭിണിയുടെ വയറ്റിനകത്ത് കിടന്ന ഗർഭസ്ഥ ശിശുവിനെ ശൂലം കൊണ്ട് കുത്തിയെടുത്ത് നല്ല തീയിൽ കൊണ്ടുപോയി വെറുതെ വിട്ടതല്ല. ആ കേസ് അന്വേഷിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ഇന്നും ജയിലിൽ കിടക്കുന്നു. മലയാളിയാണ്. ആ ഉദ്യോഗസ്ഥൻ ജയിലിൽ കിടക്കുന്നു. 2014 കോൺഗ്രസിന്റെ ഗവൺമെന്റ് പുറത്തു പോയപ്പോൾ നരേന്ദ്രമോദി അയാളുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് ജയിലിനകത്താക്കുകയുണ്ടായത്. ഒന്ന് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഈ നാട്ടിൽ ജനങ്ങളെല്ലാം വായിച്ചതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. ബീഹാറിൽ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്?
ആ തെരഞ്ഞെടുപ്പിനകത്ത് BJP ജയിച്ചത് എങ്ങനെയാണ്? കൃത്രിമമായി ഭൂരിപക്ഷമുണ്ടാക്കി, കൃത്രിമമായി ഭൂരിപക്ഷം ആ വിഷയം വിടാൻ പറ്റത്തില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആധികാരിക രേഖകൾ ഇന്ത്യ രാജ്യത്ത് നിയമനിർമ്മാണ സഭയ്ക്കകത്തും പുറത്തും അതുപോലെ തന്നെ ഇന്ത്യയിലെ നീതിപീഠത്തിനുള്ളിലേക്കും ഒക്കെ പരാതിയായിട്ട് പോയിരിക്കുകയാണ്. ഈ BJPയുടെ ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇവിടെ കേരളത്തില് UDF LDF തമ്മിലാണ് മത്സരം. പക്ഷെ അവര് വോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. അവർക്ക് പറയട്ടെ. അപ്പൊ അവരുടെ എന്റെ ചോദ്യം കേൾക്കുക, കേന്ദ്ര വോട്ട് കൂടാൻ കാരണം രാഷ്ട്രീയ വിഷയങ്ങൾ ഞാൻ ഈ പറഞ്ഞു വന്നത് വികസനം. ബീഹാറിലെ SIR പോരെ, പൂർത്തിയാക്കാൻ സമയമില്ല. നമുക്ക് 53 നമ്മുടെ സമയം കഴിഞ്ഞു. ഞാനതാ പറഞ്ഞത്, വികസന പ്രവർത്തനം, കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനം, കേന്ദ്ര ഗവൺമെന്റിന്റെ എന്ത് വികസനം. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴാണല്ലോ, അദ്ദേഹം BJP കാരനാണല്ലോ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ ശബരി റെയിൽവേ വന്നത്. ആ ശബരി റെയിൽവേ പ്രഖ്യാപിച്ച് കാലടി വരെ അതിൻ്റെ റെയിൽപാലവും ഒരു പാലവും ഒക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ 15ാമത്തെ വർഷമാണല്ലോ മോദിയുടെ ഗവൺമെന്റ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഈ രാജ്യം മുഴുവനുള്ള തീർത്ഥാടകർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ചോദിച്ചോ പൊട്ടം തീർത്തോട്ടോ, സമയമില്ല. മൈക്കുണ്ട്, സംസാരിച്ചോ. മൈക്കുണ്ട്. മണിക്കൂറായി ചർച്ച തുടങ്ങിയിട്ട്. ഇതുവരെ ഇവിടുത്തെ MLA എവിടെയെന്നുള്ള ചോദ്യത്തിന് UDFന്റെ പ്രതിനിധി ഉത്തരം പറഞ്ഞിട്ടില്ല. ആദ്യമേ ചോദിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ PJ ജോസഫ് MLAയുടെ മകൻ അപ്പു ജോൺ ജോസഫ്, ഇയാൾ ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത് ശരിക്കും എന്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. ഇയാൾ അവധിക്കാല വസതിയായിട്ട് ഉപയോഗിക്കാൻ വന്നിരിക്കുന്നതല്ലേ ഈ തൊടുപുഴ? എന്ത് രാഷ്ട്രീയ പ്രവർത്തനം, ഏത് പൊതുവിഷയത്തിലാണ് 5 വർഷങ്ങൾക്ക് മുമ്പ്? CPM പ്രതിനിധി പറഞ്ഞല്ലോ, കേരളത്തിൽ ആകപ്പാട് ആരോഗ്യവകുപ്പ് ഭയങ്കര ശക്തമായി നടക്കുകയാണെന്ന്. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 5 വർഷമായി കത്രയിരുന്ന എന്നുവെച്ചാൽ 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കത്രിക കയറിയത്. എന്നിട്ടും ഇപ്പോഴും അത് എടുത്തു മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുരുമ്പിടിച്ചിട്ട് കഴിഞ്ഞില്ല. പാലക്കാട് സമയമില്ല. ഞങ്ങൾക്ക് ചോദിക്കാതെ ചോദിക്കണ്ടേ? കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ് കണ്ണൂരില് ഏതൊരു സ്കൂളില് ചോദ്യപേപ്പർ കിട്ടിയിട്ടില്ലാന്ന്. ഒരു വിദ്യാർത്ഥിക്ക് പോലും പുസ്തകം പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്നാണ് വെറും സാങ്കേതിക പ്രശ്നം മാത്രം തപ്പിപ്പിടിച്ചുകൊണ്ട് സ്കൂളിലെ ചോദ്യപേപ്പറിന്റെ വിഷയം ഇവിടെ പറയേണ്ടി വന്നത്. ഒരു കുട്ടിക്ക് പോലും പുസ്തകം ഇല്ലാത്ത കാലഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ മാറിയത്. അതുപോലെ BJPയുടെ പ്രതിനിധി കേരളത്തിന് വേണ്ടി എന്തൊക്കെയോ കൊടുത്തെന്ന് പറഞ്ഞു. അതുപോലെ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിന്റെ ഒരു സഹമന്ത്രി ഉണ്ട്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് സഹമന്ത്രി പറഞ്ഞ കാര്യം എന്താ വെച്ചാല് കേരളത്തിലെ എയിംസ് കൊണ്ടുവരും എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ട് കേരളത്തിന് അവസാനം കിട്ടിയത് ആമമുട്ടയാണ്. ആ ആമമുട്ടെങ്കിലും കേരളത്തിൽ എത്തിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കേരളത്തിലെ സഹമന്ത്രി വന്നിട്ട് 1 വർഷമേ ആയുള്ളൂ. 1 വർഷം 6 കേന്ദ്രമന്ത്രിമാർ UPA ഗവൺമെന്റ് കാലത്ത് 11 വർഷം കേന്ദ്രം ഭരിച്ച BJPയെ എന്താണ് ഇവിടെ വികസനം നടത്തിയിരിക്കുന്നത്? ഒരു വികസനം, നല്ല ഒരു വികസനം കേരളത്തിൽ പറയാനുണ്ടോ? ഇപ്പോ ഇവരെല്ലാം പറയുന്നത് നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവായി മാറിയിരിക്കുന്നു. പക്ഷേ റഷ്യന്ന് പെട്രോളിയം വാങ്ങണമെങ്കിൽ ട്രംപിന്റെ അനുമതി പത്രം വാങ്ങണം. റഷ്യയുടെ പെട്രോൾ വാങ്ങണമെങ്കിൽ ട്രംപിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികളിലേക്ക് രാജ്യം പോയി എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഈ വർഷക്കാലത്തെ ഭരണത്തിന്റെ ആകെ തുക. ഈ കേരളം വലിയ വികസനത്തിലേക്ക് തന്നെയാണ് പോയത്. ഒരു സംശയവും വേണ്ട. നമുക്ക് കേരളത്തിലാണ് വികസനത്തെ സംബന്ധിച്ച് മണിക്കൂറുകളോളം സംബന്ധിക്കാം. ഇവിടെ PJ ജോസഫ് 50 വർഷത്തിലധികമായി MLA മന്ത്രിയായിട്ടുണ്ട്. ഒരു മിനിറ്റ് അദ്ദേഹത്തിന് സമയം കൊടുത്ത് 20 വർഷം LDFന്റെ കൂട്ടത്തിൽ അയാൾ MLA മന്ത്രിയായിരുന്നു.
അന്നും അദ്ദേഹം ഇവിടെ അന്ന് ഇവിടെ വികസനം ഉണ്ടായി. നിങ്ങളുടെ കൂടെ വന്നതിന് ശേഷം ഒന്നും ഉണ്ടായില്ല എന്നുള്ള പറഞ്ഞത്. MLA ഓഫീസുണ്ട്. MLA കാണാൻ ആവശ്യമുള്ളവർ പേഴ്സണലായിട്ട് കാണാൻ പോകുന്നവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും. ശരി. അത് ഇന്നും അദ്ദേഹത്തിന്റെ മകൻ 2011 മുതൽ ഇവിടെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിലുമുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അവസാനിപ്പിച്ചു. എന്താണെങ്കിലും ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഈ അഴിമതിക്കെതിരെ, കെടുകാര്യസ്ഥതയ്ക്കെതിരെ, വികസന മുരടിപ്പിനെതിരെ ശക്തമായ വിധിയെടുത്തുണ്ടാവും. രണ്ട് മുന്നണികളും കേരളത്തിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. കേരളത്തിന് പുറത്തവർ ഒന്നാണ്. ഇന്ത്യ മാറിയതുപോലെ അബു ജോസഫ് നേരത്തെ മുതൽ ഇവിടെ സാമൂഹ്യ പ്രവർത്തനം ഉണ്ടായിരുന്നോ? ഞാൻ വ്യക്തിപരമായ അധിക്ഷേപങ്ങളില്ല. പക്ഷെ ഒരു കാര്യം, 10 വർഷമായി MLA ഇല്ല, നിയമസഭയിൽ ഇല്ല, ഈ നാട്ടിൽ ഒരു പ്രവർത്തനങ്ങളിലും ഇല്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ഇവിടെ MLAക്കെതിരായി ഇടതുപക്ഷ മുന്നണിയുടെ വലിയ രാഷ്ട്രീയ പ്രചരണ ജാഥ 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നടന്നു. ആ ജാഥയിൽ ഉന്നയിച്ചത് വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചായിരുന്നു. പക്ഷേ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് വളരെ സജീവമായിട്ട് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഇടപെട്ട ഈ പ്രവർത്തകർക്ക് വളരെയധികം നന്ദി. നമ്മുടെ സമയം കടന്നുപോയി. എന്നാൽ തൊടുപുഴയിലെയും സംസ്ഥാനത്തെയും ദേശീയ രാഷ്ട്രീയത്തിലെയും സുപ്രധാനമായ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത സ്ഥലമായിരുന്നു. നന്ദി, നമസ്കാരം.